ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും പച്ചവെള്ളത്തിലേക്ക് സ്വാഗതം. നമ്മൾ തുടങ്ങിയാണ് കേട്ടോ. ഓർമ്മയുണ്ടാകും, നമ്മൾ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് വെച്ചിട്ടാണ് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക് ആരംഭിച്ചത്. ഫയർ ആൻഡ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്ന രണ്ട് സെഗ്മെന്റുകളുണ്ട്. അതിൽ നമ്മൾ ഫയർ പിന്നീടാണ് എടുത്തത്. ആദ്യം നമ്മൾ ഫസ്റ്റ് എയ്ഡിൽ നിന്നാണ് തുടങ്ങിയത്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് എയ്ഡിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അടിയന്തര ഘട്ടങ്ങളിൽ നൽകുന്ന അടിയന്തര പരിചരണമാണ് പ്രഥമ ശുശ്രൂഷ എന്ന ഒരു ഡെഫിനിഷനൊക്കെ നമ്മൾ കണ്ടതാണ്. പ്രഥമ ശുശ്രൂഷ പഠിക്കുകയും നൽകുകയും ചെയ്യുമ്പോൾ ഒരു വ്യക്തി പ്രഥമ ശുശ്രൂഷ ദാതാവായി പ്രവർത്തിക്കുന്നു എന്ന കാര്യമൊക്കെ നമ്മൾ അന്ന് വ്യക്തമായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് അല്ലെ. നിങ്ങളൊരു പ്രഥമ ശുശ്രൂഷ ദാതാവാണെങ്കിൽ അതിന്റെ അടിസ്ഥാന തത്വങ്ങളെ കുറിച്ച് നമുക്ക് ചില ധാരണകൾ ഉണ്ടാകണം അല്ലെ. മനുഷ്യ ശരീരവുമേ ആയിട്ടാണ് നമ്മൾ ഇടപെടുന്നത്. അപ്പൊ മനുഷ്യ ശരീരത്തെക്കുറിച്ചും നമുക്ക് ചില ധാരണകൾ ഉണ്ടാകണം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തത്, നമ്മൾ അന്ന് കണ്ടത്. ഓക്കെ. അപകടം, വീഴ്ച, പരിക്ക്, രോഗങ്ങൾ അല്ലെങ്കിൽ ആവശ്യമുള്ള വ്യക്തിയുടെ സുരക്ഷയ്ക്കും ക്ഷേമത്തിനും ഭീഷണിയാകുന്ന മറ്റേതെങ്കിലും കാരണങ്ങളാൽ അടിയന്തര സാഹചര്യങ്ങളിൽ ആവശ്യമായ വിവിധ പ്രവർത്തനങ്ങൾ പ്രഥമ ശുശ്രൂഷയിൽ ഉൾപ്പെടുന്നു. ജീവിതവും മരണവും തമ്മിലുള്ള വ്യത്യാസം വരുത്തുന്ന പ്രഥമ പരിചരണമാണ് പ്രഥമ ശുശ്രൂഷ എന്ന് പറയുന്നത് അല്ലെ. ഇതൊക്കെ പണ്ട് നമ്മള് തുടങ്ങിയ സമയത്ത് കണ്ട കാര്യങ്ങളാണ്. നമ്മുടെ കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടാകും. പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ അതെപ്പോഴും നമ്മുടെ പരീക്ഷയിൽ ചോദിക്കുന്നതാണ് അല്ലെ. ഫസ്റ്റ് എയ്ഡിന്റെ എയിംസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ്, ജീവൻ സംരക്ഷിക്കുക, പരീക്ഷയിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു സെഗ്മെന്റ് ആണ് കേട്ടോ. പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷണങ്ങളെ കുറിച്ച് നമ്മുടെ പരീക്ഷയിൽ ഇടക്കിടയ്ക്ക് ചോദ്യങ്ങൾ വരും. അതിലൊന്ന് ജീവൻ സംരക്ഷിക്കുക എന്ന് പറയുന്ന ഒന്നാണ്. ജീവൻ സംരക്ഷിക്കുക. ഓക്കെ, അത് എന്താണ് എന്നതിനെ കുറിച്ചൊക്കെ നമുക്കറിയാം. അതൊക്കെ ഓൾറെഡി നമ്മൾ വിശദമായിട്ട് പഠിച്ചതാണ്. ആളുടെ ജീവൻ നഷ്ടപ്പെടാതെ സംരക്ഷിക്കുക എന്ന ഒരു ഉദ്ദേശം നമ്മുടെ പ്രഥമ ശുശ്രൂഷയ്ക്കുണ്ട്. അടുത്തത് സ്ഥിതി കൂടുതൽ വഷളാകുന്നത് തടയുക. അതായത് ഓൾറെഡി എന്തോ ചില പ്രശ്നത്തിൽ പറ്റി നിൽക്കുന്ന അവസ്ഥയിൽ കൂടുതൽ കുഴപ്പങ്ങളിലേക്ക് പോകാതെ സ്ഥിതി കൂടുതൽ വഷളാകുന്നത് തടയുക എന്നതും ഇവിടത്തെ ഒരു പ്രത്യേകതയാണ്. ഓക്കെ, അപ്പൊ അത് കൂടുതൽ വഷളാകുന്നത് തടയുക. ഓക്കെ, അടുത്തത് പുനഃപ്രാപ്തി പ്രോത്സാഹിപ്പിക്കുക. അതായത് പ്രൊമോട്ട് റിക്കവറി. അതായത് എന്തെങ്കിലും എന്തോ ചില പ്രശ്നം വന്ന് വീണ് കിടക്കുന്ന ആളാണ്, അല്ലെങ്കിൽ അപകടത്തിൽ പറ്റി കിടക്കുന്ന ആളാണ്. അയാളുടെ റിക്കവറി, പുനഃപ്രാപ്തി പ്രോത്സാഹിപ്പിക്കുക. അപ്പൊ ജീവൻ സംരക്ഷിക്കുക, കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ തടയുക, പുനഃപ്രാപ്തി പ്രോത്സാഹിപ്പിക്കുക. ഇതൊക്കെയാണ് നമ്മുടെ പ്രഥമ ശുശ്രൂഷ അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡിന്റെ ലക്ഷ്യങ്ങൾ എന്നുള്ളത് നമ്മൾ വിശദമായിട്ട് പഠിച്ചതാണ്. കുട്ടികളെ, ഒരു പ്രഥമ ശുശ്രൂഷ ദാതാവിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് അതും നമ്മൾ കണ്ടതാണ് അല്ലെ. അടിയന്തര സാഹചര്യത്തിൽ ശാന്തത പാലിക്കുക. ഒരു വ്യക്തിയെ കണ്ടുമുട്ടിയാൽ, പ്രഥമ ശുശ്രൂഷ ആവശ്യമുള്ള വ്യക്തിയെ കണ്ടുമുട്ടിയാൽ പരിഭ്രാന്തരാകരുത്. എല്ലാം ശ്രദ്ധാപൂർവം നിരീക്ഷിക്കണം, ഉടനടി പ്രവർത്തിക്കണം. ഇതൊക്കെയല്ലേ ഒരു ഫസ്റ്റ് എയ്ഡറിന്റെ ഗുണങ്ങൾ എന്ന് നമ്മൾ പഠിച്ചത്. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമേ ഫസ്റ്റ് എയ്ഡർ ആകാൻ പറ്റുള്ളൂ. നല്ല തീരുമാനങ്ങൾ പ്രയോജനപ്പെടുത്തുക, ആത്മവിശ്വാസവും ശാന്തതയും ഉണ്ടാകുക, ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പറ്റുക, കാണികളോട് സഹായിക്കാൻ ആവശ്യപ്പെടുക, ഇരയുടെയും ബന്ധുക്കളുടെയും അല്ലെങ്കിൽ അവരുടെ ഉത്കണ്ഠ കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം, ഫസ്റ്റ് എയ്ഡിൽ നല്ല അറിവും വൈദഗ്ധ്യവും ഉണ്ടായിരിക്കുക. ഇതൊക്കെയാണല്ലോ ഫസ്റ്റ് എയ്ഡറിന്റെ ചില പ്രത്യേക തരത്തിലുള്ള ഗുണങ്ങൾ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോ ഇങ്ങനെ ഈ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്ന ഒരു കാര്യം ഒരു പണം പ്രതീക്ഷിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റിവാർഡ് പ്രതീക്ഷിച്ചോ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ ചെയ്യാൻ പാടില്ല. അതോടൊപ്പം തന്നെ നമ്മൾ ഫസ്റ്റ് എയ്ഡ് ചെയ്യുമ്പോൾ, കൊടുക്കുമ്പോൾ, നൽകുമ്പോൾ ആ ഒരാളെ രക്ഷിക്കാൻ നമ്മൾ രണ്ടുപേരെ ഇല്ലാതാക്കുന്ന പരിപാടി വേണ്ട. അതെപ്പോഴും ശ്രദ്ധിച്ചോണം കേട്ടോ. പലപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ ആംബുലൻസുകളുടെയൊക്കെ പോക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ സംശയം വരും. അതായത് ആ വ്യക്തിയെ രക്ഷിക്കാൻ രണ്ടുപേരെ തട്ടാനും വേറെ ബുദ്ധിമുട്ടില്ലാത്ത പോലെയാണ് ചിലര് ആംബുലൻസ് ഓടിക്കുന്നത് എന്ന് പറയുന്നത് അല്ലെ. ആംബുലൻസ് വളരെ വേഗം തന്നെ ഹോസ്പിറ്റലിൽ എത്തണം, അതിൽ യാതൊരു സംശയവും. മാക്സിമം സ്പീഡിൽ തന്നെ പോകണം. പക്ഷേ അത് ബാക്കിയുള്ള ആൾക്കാർക്കും കൂടെ എന്ത് ചെയ്യാൻ പാടില്ല, അവരുടെ ജീവനും കൂടെ അപകടത്തിലാകാൻ പാടില്ല. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ് ആംബുലൻസ് ഇടിച്ച ആൾക്കാർ മരിച്ചു എന്ന്. അതായത് ഒരു ജീവൻ രക്ഷിക്കാൻ പോയപ്പോൾ വേറൊരു ജീവൻ എടുക്കുന്ന പ്രവണത, അതൊന്നും ഫസ്റ്റ് എയ്ഡുമായി ബന്ധപ്പെട്ട് നല്ല കാര്യങ്ങളല്ല എന്ന് മനസ്സിലാക്കുക. പിന്നീട് നമ്മൾ എന്താ കണ്ടത്, നമ്മൾ ഫസ്റ്റ് എയ്ഡുമായി ബന്ധപ്പെട്ട്
ഫസ്റ്റ് എയ്ഡിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ചില സ്ഥാപനങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചത് ഓർമ്മയുണ്ടോ? ഇന്റർനാഷണൽ റെഡ് ക്രോസും റെഡ് ക്രസന്റും നമ്മുടെ കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടോ? ഹെൻറി ഡ്യുനന്റ് ആണ് ഇന്റർനാഷണൽ റെഡ് ക്രോസിന്റെ സ്ഥാപകൻ. ഇതിന്റെ ആസ്ഥാനം ജനീവ സ്വിറ്റ്സർലാൻഡിലാണ് എന്ന് നമ്മൾ പഠിച്ചിരുന്നു അല്ലെ? ഇന്റർനാഷണൽ റെഡ് ക്രോസിനെ കുറിച്ചൊക്കെ നമ്മൾ വിശദമായിട്ട് അന്ന് നമ്മൾ കണ്ടതാണ്. സെന്റ് ജോൺ ആംബുലൻസിനെ കുറിച്ച് നമ്മൾ കണ്ടു. 1877 ലണ്ടനിലാണ് ഇത് സ്ഥാപിതമായത്, സെന്റ് ജോൺ ആംബുലൻസ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഫസ്റ്റ് എയ്ഡ് പരിശീലനം, മെഡിക്കൽ പ്രതികരണം, കമ്മ്യൂണിറ്റി സപ്പോർട്ട് സേവനങ്ങൾ എന്നിവയുടെയൊക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു ദാതാവാണ് ഈ സെന്റ് ജോൺ ആംബുലൻസ് എന്ന് പറയുന്നത് അല്ലെ? അവരുടെ മുദ്രാവാക്യം ഓർമ്മയുണ്ടോ? പ്രോ ഫിഡെ പ്രോ യൂട്ടിലിറ്റേറ്റ് ഹോമിനം, മനുഷ്യരാശിയുടെ വിശ്വാസത്തിനും സേവനത്തിനുമാണ് എന്നാണ് അതിൽ നമ്മൾ പറയുന്നത്. ഓക്കെ ഓക്കെ അല്ലേ? യെസ്, ഓക്കെ ആണ്. അങ്ങനെയെങ്കിൽ നോക്കൂ, അടുത്തത് നമ്മൾ കണ്ടത് അമേരിക്കൻ റെഡ് ക്രോസ് ആണ്. ഇന്റർനാഷണൽ റെഡ് ക്രോസ് വേറെ, അമേരിക്കൻ റെഡ് ക്രോസ് വേറെ അല്ലെ? 1881 ക്ലാര ബാർട്ടൺ സ്ഥാപിച്ച സംഘടനയാണ് അമേരിക്കൻ റെഡ് ക്രോസ്. അത് അമേരിക്കയിൽ, ഒബ്വിയസ്ലി അമേരിക്കയിലായിരിക്കും, വാഷിംഗ്ടൺ DC-യിലാണ് അവർ കാണപ്പെടുന്നത് അല്ലെ? CPR, AED, ഫസ്റ്റ് എയ്ഡ് സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമുകൾ ഇതെല്ലാം വാഗ്ദാനം ചെയ്യുന്നു അമേരിക്കൻ റെഡ് ക്രോസ് എന്ന് പറയുന്നത്. അതിനുശേഷം പിന്നീട് നമ്മൾ കണ്ടത് ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് റെഡ് ക്രോസ് ആൻഡ് റെഡ് ക്രസന്റ് സൊസൈറ്റിയാണ്. IFRC എന്ന് പറയുന്ന ഒരു വിഭാഗമാണ് അല്ലെ? അത് സ്ഥാപിതമായത് 1919 ജനീവ സ്വിറ്റ്സർലാൻഡിലാണ് അത് സ്ഥാപിതമായത്. ഓക്കെ, IFRC. അപ്പൊ റെഡ് ക്രോസിന്റെ തന്നെ എത്രത്തോളം വേരിയേഷനുകളാണ്. പിന്നീട് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ AHA കുറിച്ച് നമ്മൾ പഠിച്ചു അല്ലെ? ഡാലസ് ടെക്സസിലാണ് 1924 സ്ഥാപിതമായത്. CPR-നെ കുറിച്ചുള്ള മാർഗനിർദ്ദേശം, ECC-യെ കുറിച്ചുള്ള മാർഗനിർദ്ദേശം, ഇതിനെക്കുറിച്ചൊക്കെയുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നത് ഈ AHA ആണ്. ഹൃദ്രോഗത്തെക്കുറിച്ചും എമർജൻസി റെസ്പോൺസ് ടെക്നിക്കുകളെ കുറിച്ചും ഒക്കെ ബോധവൽക്കരണ ക്യാമ്പയിനുകളും AHA നൽകി വരുന്നു. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അപ്പോ AHA-യെ കുറിച്ചും നമ്മൾ അന്ന് വിശദമായി പഠിച്ചതാണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ലോകാരോഗ്യ സംഘടന, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, 1948 ജനീവ സ്വിറ്റ്സർലാൻഡിലാണ് അത് സ്ഥാപിതമായത്. അപ്പോ അത് പഠിച്ചു വെച്ചേക്കാം. WHO എന്നൊക്കെ പറയുന്നത് നല്ല ഇമ്പോർട്ടൻസ് ഉള്ള മേഖലകളാണ്, അത് നിങ്ങൾ ഓർത്തു വെക്കുക കേട്ടോ. സ്വാഭാവികമായിട്ട് നമുക്കറിയാം ലോക ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. മെഡിക്കൽ മാർഗനിർദ്ദേശങ്ങൾ അടിയന്തര സാഹചര്യങ്ങളിൽ നൽകുന്നു. പ്രഥമ ശുശ്രൂഷ പ്രോട്ടോകോളുകൾക്കുള്ള ശുപാർശകൾ നൽകുന്നു. കമ്മ്യൂണിറ്റി തലത്തിലുള്ള ഫസ്റ്റ് എയ്ഡ് പരിശീലനം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഏജൻസികളുമായി പങ്കാളികളാകുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ WHO നടപ്പിലാക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കണ്ടത് ഫെഡറൽ എമർജൻസി മാനേജ്മെന്റ് ഏജൻസി, ഫെമ. എമർജൻസി സിറ്റുവേഷനിലെ ഓരോ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത് ഈ ഫെമ എന്ന് പറയുന്ന ഒരു സംഘടനയാണ്. വാഷിംഗ്ടണിൽ 1979. എപ്പോഴും ചോദിക്കുന്നതല്ല. ദേശീയ സുരക്ഷാ കൗൺസിൽ, നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ, ഇലിനോയ്സ് USA ലിറ്റാസ്ക എന്ന് പറയുന്ന സ്ഥലത്ത് 1913 സ്ഥാപിതമായി. ഇതും അങ്ങനെ എപ്പോഴും ചോദ്യം വരുന്നതല്ല. ആദ്യം നമ്മൾ കണ്ട ആ ഒരു 6 മിക്കവാറും ചോദിക്കാൻ സാധ്യത. ഓക്കെ അല്ലേ ഫ്രണ്ട്സ്? ക്ലിയർ അല്ലേ? അതിനുശേഷം നമ്മൾ എന്തിലേക്ക് പോയി? ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയിലേക്ക് പോയി. അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം. ഇന്ത്യ ആയതുകൊണ്ട് IRCS അല്ലെ, ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി 1920 സ്ഥാപിതമായി. ക്ലോഡ് ഹിൽ ആണ് സ്ഥാപിച്ചത്. ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്, ഇന്ത്യയിലാണ് അല്ലെ? ഇന്ത്യയുമായി ബന്ധപ്പെട്ട റെഡ് ക്രോസ് സൊസൈറ്റി ആയതുകൊണ്ട് ഒന്ന് ശ്രദ്ധയിൽ വെച്ചേക്കാം. 1920 സ്ഥാപിതമായി. സ്ഥാപകന്റെ പേര് സർ ക്ലോഡ് ഹിൽ എന്നാണ്. ഓക്കെ, ക്ലിയർ? പിന്നെ നമ്മൾ പ്രഥമ ശുശ്രൂഷ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ചില വ്യക്തികളെ കുറിച്ച് നമ്മൾ കണ്ടില്ലേ? ഹെൻറി ഡ്യുനന്റ്, ഓർമ്മയുണ്ടാവും. ഹെൻറി ഡ്യുനന്റ് അല്ലെ? അദ്ദേഹം നമ്മുടെ റെഡ് ക്രോസ് സ്ഥാപിച്ച വ്യക്തിയാണ് ഹെൻറി ഡ്യുനന്റ് അല്ലെ? ഒരുപാട് മാനുഷിക സഹായത്തിനായി വാദിച്ച വ്യക്തിയാണ്, പ്രത്യേകിച്ചും യുദ്ധങ്ങളിലും ദുരന്തങ്ങളിലും ഒക്കെ പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള. അങ്ങനെ അദ്ദേഹത്തിന് നൊബേൽ സമ്മാനം വരെ ലഭിച്ചു എന്നും നമുക്കറിയാം. അപ്പോ ഹെൻറി ഡ്യുനന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്ലാര ബാർട്ടൺ, അമേരിക്കൻ റെഡ് ക്രോസിന്റെ സ്ഥാപകൻ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ക്ലാര ബാർട്ടൺ 1881 ക്ലാര ബാർട്ടൺ അമേരിക്കൻ റെഡ് ക്രോസ് സ്ഥാപിക്കുന്നത് അല്ലെ? യുദ്ധക്കളത്തിലെ മാലാഖ എന്നും ഇവരെ വിളിച്ചിരുന്നു. കാരണം അമേരിക്കൻ
സിവിൽ വാർ നടക്കുന്ന സമയത്തൊക്കെ ഇവര് ഒരുപാട് ഫസ്റ്റ് എയ്ഡുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ സംഭാവന ചെയ്തിരുന്നു. അങ്ങനെ യുദ്ധക്കളത്തിലെ മാലാഖ എന്നറിയപ്പെട്ടത് ക്ലാര ബാർട്ടനെയാണ്. പിന്നീട് നമ്മൾ ഡോക്ടർ പീറ്റർ സഫറിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. എപ്പോഴും ചോദിക്കണം, CPRന്റെ പിതാവ് എന്നറിയപ്പെട്ടത് ഈ മനുഷ്യനാണ് അല്ലെ. നമ്മൾ ഇദ്ദേഹത്തെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, പരീക്ഷയിൽ ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട്. ഡോക്ടർ പീറ്റർ സഫർ, CPRന്റെ പിതാവ് അല്ലെ, ഡോക്ടർ പീറ്റർ സഫർ. മറന്നുപോലെ CPRന്റെ പിതാവ് ഡോക്ടർ പീറ്റർ സഫർ. വ്യക്തമായിട്ട് മനസ്സിലായല്ലോ, പിടികിട്ടിയല്ലോ ഫ്രണ്ട്സ്? ഓക്കെയാണ്. അടുത്തത് ഫ്ലോറൻസ് നൈറ്റിംഗേൽ, ആധുനിക നഴ്സിംഗിന്റെ സ്ഥാപക അല്ലെ. ആധുനിക നഴ്സിംഗിന്റെ സ്ഥാപകയാണ് ഫ്ലോറൻസ് നൈറ്റിംഗേൽ. ആധുനിക നഴ്സിംഗിന്റെ സ്ഥാപക ഫ്ലോറൻസ് നൈറ്റിംഗേൽ. മറന്നുപോലെ ഫ്ലോറൻസ് നൈറ്റിംഗേൽ. ഓക്കെ, അപ്പോ ഇവര് നമുക്കറിയാം ഫ്ലോറൻസ് നൈറ്റിംഗേൽ ആരാണെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഫസ്റ്റ് എയ്ഡുമായി ബന്ധപ്പെട്ട് ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഈ ഫ്ലോറൻസ് നൈറ്റിംഗേലിനെ കുറിച്ചാണ് അല്ലെ. അപ്പോ അത് ആ വ്യക്തി വളരെ പ്രസക്തമായ ഒരാളാണ്. ഡോക്ടർ ജെയിംസ് ഏലം ശ്വാസകോശ സംബന്ധമായ അത്യാഹിതങ്ങൾക്കുള്ള അടിസ്ഥാന പ്രഥമ ശുശ്രൂഷ രീതികൾ സ്ഥാപിക്കുന്നതിൽ സഹായിച്ച വ്യക്തിയാണ് ഡോക്ടർ ജെയിംസ് ഏലം. ഈ മനുഷ്യനെ കുറിച്ച് നമ്മൾ പഠിച്ചു അല്ലെ. സർ റോബർട്ട് പീൽ, അദ്ദേഹം അടിയന്തര പ്രതികരണം, പ്രഥമ ശുശ്രൂഷ പരിശീലനം എന്നിവയിലെ ആദ്യകാല സംഭവ വികാസങ്ങളാൽ ക്രെഡിറ്റ് ചെയ്യപ്പെട്ട വ്യക്തിയാണ്. തുടക്കകാലങ്ങളിലൊക്കെ അതിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നടത്തിയ ആളാണ് സർ റോബർട്ട് പീൽ. അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ കണ്ടു. പിന്നെ അഭയ ഇന്ദ്രയൻ എന്ന് പറയുന്ന ഇന്ത്യയുമായി ബന്ധപ്പെട്ട നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വ്യക്തിയുണ്ട്. ഇന്ത്യയിലെ പൊതുജനാരോഗ്യത്തിലും പ്രഥമ ശുശ്രൂഷ പരിശീലന രീതികളിലും വിദഗ്ധനാണ് അഭയ ഇന്ദ്രയൻ അല്ലെ. ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ഫസ്റ്റ് എയ്ഡ് എന്ന് കേൾക്കുമ്പോൾ അഭയ ഇന്ദ്രയനാണ് പ്രധാനപ്പെട്ട ഒരു വ്യക്തി. ഇന്ത്യൻ മെഡിക്കൽ പരിശീലന സ്ഥാപനങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ഫസ്റ്റ് എയ്ഡ് മാനുവലുകളുടെ വികസനത്തിനും ഇദ്ദേഹം സംഭാവന നൽകി. അപ്പോ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അഭയ ഇന്ദ്രയനെയാണ് അല്ലെ. പിന്നീട് പത്മശ്രീ ഡോക്ടർ നടരാജൻ ബാലസുബ്രഹ്മണ്യൻ അടിയന്തര വൈദ്യസേവന മേഖലയിലും ദുരന്ത പ്രതികരണ മേഖലയിലും പ്രത്യേകിച്ച് ഇന്ത്യയിലെ വലിയ ദുരന്തങ്ങൾക്ക് ശേഷം അദ്ദേഹം നൽകിയ സംഭാവനകൾക്ക് അംഗീകാരം ലഭിച്ചു. ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയാണ് അല്ലെ. അപ്പൊ നമ്മൾ ഫസ്റ്റ് എയ്ഡ് തുടങ്ങിയത് ഇത്രയും കാര്യങ്ങളെ വെച്ചുകൊണ്ടാണ്. നമ്മുടെ കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടാവും, ഇത്രയും കാര്യങ്ങളെ വെച്ചുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് എയ്ഡ് ആരംഭിച്ചത് അല്ലെ. കുട്ടികളെ, അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് നമ്മുടെ ഓരോ ടൈപ്പ് ഫസ്റ്റ് എയ്ഡുകളെ കുറിച്ചാണ് അല്ലെ. അല്ലെങ്കിൽ അവിടെ സംഭവിക്കാവുന്ന ഓരോ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പിന്നീട് ആരംഭിച്ചത്. ഇപ്പോ കട്ട്സ് ആൻഡ് വൂൺസ്, മുറിവുകളും അല്ലെങ്കിൽ കട്ടുകളും വൂണ്ടുകളും അല്ലെങ്കിൽ മുറിവുകളെ കുറിച്ച് ആണ് നമ്മൾ പിന്നീട് കണ്ടത് അല്ലെ. അതായത് നമ്മുടെ ശരീരത്ത് മുറിവുകൾ ഉണ്ടായാൽ അതിനെന്ത് പ്രഥമ ശുശ്രൂഷ നൽകണം എന്നതിനെ കുറിച്ചും നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ വിശദമായിട്ട് പഠിച്ചു അല്ലെ. മുറിവെന്ന് പറയുന്നത് തുറന്നിരിക്കുന്ന മുറിവാകാം, അടഞ്ഞിരിക്കുന്ന മുറിവാകാം, തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ അന്ന് കണ്ടതാണ് അല്ലെ. ഓപ്പൺ വൂണ്ടും ക്ലോസ്ഡ് വൂണ്ടുകൾ, അതായത് നമുക്കിപ്പോ ബ്രൂയിസ്, ചതവ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന അത്തരത്തിലുള്ള മുറിവുകൾ നമ്മളിൽ ഉണ്ടാകാം. നമ്മൾ പല ടൈപ്പ് മുറിവുകളെ കുറിച്ച് പഠിച്ചത് ഓർമ്മയുണ്ടോ? ഏറ്റവും ആദ്യം നമ്മൾ അബ്രേഷനെ കുറിച്ചാണ് പഠിച്ചത്. ഏറ്റവും ആദ്യം നമ്മൾ അബ്രേഷനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. അതായത് ഒരു പ്രതലത്തിൽ നിങ്ങളുടെ ചർമ്മം ഉരസുകയോ ചുരണ്ടുകയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ് അബ്രേഷൻ. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഒരു പ്രതലത്തിൽ നമ്മൾ ഇങ്ങനെ നിരങ്ങി വീഴുമ്പോൾ അവിടെ നമ്മുടെ സ്കിൻ ഇങ്ങനെ ഉരഞ്ഞു മാറുന്നതിനെയാണ് അബ്രേഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത് അല്ലെ. ഇതൊക്കെ നമ്മൾ വ്യക്തമായിട്ട് കണ്ട കാര്യങ്ങളാണ്. പിന്നീട് നമ്മൾ പഠിച്ച ഒരു വൂണ്ട് അല്ലെങ്കിൽ കട്ട് ആൻഡ് വൂണ്ട് എന്ന് പറയുന്നതിൽ നമ്മൾ പിന്നീട് മനസ്സിലാക്കിയത് വിള്ളലാണ്, ലാസറേഷൻ എന്ന് പറയുന്ന ആഴത്തിലുള്ള മുറിവോ കീറലോ ആണ് ലാസറേഷൻ. കത്തിയോ ഉപകരണങ്ങളോ അല്ലെങ്കിൽ യന്ത്ര സാമഗ്രികളോ ഒക്കെ കൊണ്ട് ഉണ്ടാകുന്ന ആഴത്തിലുള്ള മുറിവോ കീറലോ ആണ് ലാസറേഷൻ അല്ലെ. ഇവിടെ നിങ്ങൾക്ക് കാണാം ലാസറേഷൻ എന്ന് പറയുന്നത് എന്താണ് എന്ന് നിങ്ങൾക്ക് കാണാം. കൈയുടെ അവസ്ഥ നിങ്ങൾക്ക് അറിയാമല്ലോ. സ്കിന്നിലേക്ക് അത്യാവശ്യം ഡെപ്തിൽ തന്നെ ഒരു 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 വസ്തു ഇങ്ങനെ കൊണ്ട് കീറിയിരിക്കുന്നു. ഇതാണ് ലാസറേഷൻ എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചത്. പിന്നെ നമ്മൾ കണ്ടത് പഞ്ചർ വൂണ്ടുകളാണ് അല്ലെ. പിന്നീട് നമ്മൾ കണ്ടത് പഞ്ചർ വൂണ്ടുകളാണ്. അതായത് ഒരു ആണിയോ സൂചിയോ പോലെ നീളമുള്ള കൂർത്തിരിക്കുന്ന വസ്തുക്കൾ കൊണ്ടുണ്ടാകുന്ന, നമ്മുടെയൊക്കെ വണ്ടിയുടെ വീലിൽ
പഞ്ചർ വരുന്നത് പോലെ സംഭവിക്കുന്ന ഒന്നാണ് ഈ പങ്ക്ചർ, അല്ലെ? ശരീരത്തിൽ അത്തരം ഷാർപ്പ് ഒബ്ജക്ട്സ് കാരണം ഉണ്ടാകുന്ന ആഴത്തിലുള്ള മുറിവുകളാണ് പങ്ക്ചർ. ഇപ്പൊ ലാസറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ലാസറേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം, അതും മൂർച്ചയുള്ള വസ്തുക്കൾ കൊണ്ട് തന്നെ, പക്ഷെ അത് കുറച്ചും കൂടെ ഓപ്പൺ ആണ്. അതായത് അത് കുറച്ചും കൂടെ ഓപ്പണും കുറച്ചും കൂടെ നീളത്തിലും ഒക്കെയാണ് ലാസറേഷൻ സംഭവിക്കുന്നത്. പഞ്ചർ കൊണ്ടെന്ന് പറഞ്ഞ ഒരു കുത്തിന്റെ ഒരു രൂപത്തിലാണ് ഇരിക്കുന്നത്, നല്ല ഡെപ്തിൽ തന്നെ അത് പോകും. ഇപ്പൊ ഒരു ബുള്ളറ്റ് ഒക്കെ കൊണ്ടു കഴിഞ്ഞാൽ അത് പഞ്ചർ വൂണ്ടുകളാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇപ്പൊ അതേ നോക്കിയേ, ഇവിടെ നല്ല ഡെപ്തിൽ തന്നെ പോയിട്ടുണ്ട്, സ്കിന്നിനെ തുളച്ച്, ഫാറ്റിനെ തുളച്ച്, മസിലിനെ തുളച്ച് നല്ല ഡെപ്തിൽ തന്നെ പോയിട്ടുണ്ട്, അല്ലെ? പക്ഷേ അവിടെ അതിന്റെ പുറം ഭാഗം നിങ്ങൾ നോക്കിക്കേ, പുറം ഭാഗം ഭയങ്കര ഓപ്പൺ ആണോ? അല്ല. പുറം ഭാഗം എന്ന് പറയുന്നത് അത്ര അധികം ഓപ്പൺ ഒന്നും അല്ല, പക്ഷെ നല്ല ഡെപ്തിൽ തന്നെ പോയിട്ടുണ്ട്. വെടിയൊക്കെ കൊള്ളുന്ന സമയത്തും ഇതുപോലെയാണ്. പുറത്തുനിന്ന് നോക്കുമ്പോൾ ചെറിയൊരു മുറിവേ ഉള്ളൂ, പക്ഷെ സംഭവം തുളഞ്ഞ് അകത്തോട്ട് പോയിട്ടുണ്ട് എന്നുള്ളതാണ്. പങ്ക്ചർ വൂണ്ടുകളെ കുറിച്ച് നമ്മൾ പഠിച്ചു. പിന്നീട് നമ്മൾ കണ്ടത് അവൾഷൻ ആണ്. കുട്ടികൾ ഓർമ്മയുണ്ടോ? അവൾഷൻ അതായത് ത്വക്കിന് താഴെയുള്ള ടിഷ്യൂവിനും ഭാഗികമായോ പൂർണ്ണമായോ കീറിപ്പോകുന്നതാണ് അവൾഷൻ. ഓക്കെ, ത്വക്കിന് താഴെയുള്ള ടിഷ്യൂ ഭാഗികമായോ പൂർണ്ണമായോ കീറിപ്പോകുന്നതിനെയാണ് നമ്മൾ അവൾഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ? ഇത് നോക്കിക്കേ, ആ സ്കിന്നും അതിന്റെ താഴെയുള്ള ടിഷ്യൂവും എല്ലാം കൂടെ ഇങ്ങനെ കീറി മാറിയിരിക്കുന്നതിനെയാണ് അവൾഷൻ എന്ന പേരിൽ നമ്മൾ വിളിക്കുന്നത്. ഓക്കെ അല്ലേ? ഇതും ചിലപ്പോൾ ആക്സിഡൻസ് ഒക്കെ പറ്റുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമാണ്, അല്ലെ? അതായത് ഇപ്പൊ ശരീരം തകർക്കുന്ന അപകടങ്ങളോ സ്ഫോടനങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും സ്കിന്നിന്റെ ഉള്ളിൽ നിന്നൊക്കെ ഇതിങ്ങനെ ഇളകി കീറി വരും, അല്ലെ? ഇതാണ് അവൾഷൻ എന്ന് വിളിക്കുന്നത്. അവൾഷൻ. അടുത്തത് ഇൻസിഷൻ ആണ്. ഇൻസിഷൻ എന്താണ് കുട്ടികളെ? ഇൻസിഷൻ അതായത് ശസ്ത്രക്രിയക്കിടെ ചർമ്മത്തിൽ ഉണ്ടാകുന്ന മുറിവുകളാണ് ഇൻസിഷൻ. അത് അറിയാതെ സംഭവിക്കുന്നതല്ല, അത് ബോധപൂർവം നമുക്ക് ഇത്തരത്തിലുള്ള മുറിവുകൾ ഉണ്ടാക്കാം, അല്ലെ? നമ്മൾ ഇൻസിഷൻ എന്ന് പറയുന്ന ഒരു സംഗതി ഇട്ടിട്ടാണല്ലോ അവിടെ ശസ്ത്രക്രിയ ചെയ്യുന്നത്. അങ്ങനെ മെഡിക്കൽ മേഖലയിൽ നിന്നും മനഃപൂർവ്വം ശസ്ത്രക്രിയക്കൊക്കെ വേണ്ടി ചെയ്യുന്ന ഒരു മുറിവാണ് ഇൻസിഷൻ എന്ന് പറയുന്നത്. അത് അതേപോലെ തന്നെ തിരിച്ച് തുന്നിക്കെട്ടി വയ്ക്കുകയും ചെയ്യുന്നു എന്നത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇൻസിഷനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയല്ലോ കുട്ടികൾ. അങ്ങനെയെങ്കിൽ ഫസ്റ്റ് എയ്ഡിന്റെ മറ്റു കാര്യത്തിലേക്ക് ആണ് അതിനുശേഷം, അതായത് ഈ പറയുന്ന മുറിവുകളുടെ ടൈപ്പുകൾ കഴിഞ്ഞാൽ അവിടെ നമ്മൾ ആ ഓരോ മുറിവിന് എങ്ങനെയൊക്കെയാണ് നമ്മൾ എന്തൊക്കെ ഫസ്റ്റ് എയ്ഡുകളാണ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ പിന്നീട് കണ്ടത്, അല്ലെ? എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ശുദ്ധമായ വെള്ളവും സോപ്പും ഉപയോഗിച്ച് കൈകൾ കഴുകിയതിനു ശേഷം മാത്രമേ നമ്മൾ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ ശ്രമിക്കാവൂ. മാക്സിമം വിരൽ കൊണ്ട് തൊടുന്നത് ഒഴിവാക്കുക. റബ്ബർ കയ്യുറകളൊക്കെ ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അത് നല്ലതാണ്. ശരീരത്തിന്റെ ഈ ബാധിച്ച ഭാഗത്തു നിന്നും ആഭരണങ്ങളൊക്കെ നീർക്കുന്നതും നല്ലതാണ്, അല്ലെ? നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, രക്തസ്രാവം നിർത്താൻ വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ഒരു പരിപാടി മുറിവിൽ നേരിട്ട് സമ്മർദ്ദം ചെലുത്തുക. വെറുതെ വിരലിട്ടിളക്കുക എന്നുള്ളതല്ല, നേരിട്ട് സമ്മർദ്ദം ചെലുത്തുക. ഒരു മുറിവേറ്റ ഭാഗത്ത് ഒരു ചെറിയ തുണിയോ മറ്റോ ഒക്കെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ചെറിയൊരു പ്രഷർ കൊടുക്കാം. ഇങ്ങനെയൊക്കെ പ്രഷർ കൊടുക്കുമ്പോൾ രക്തസ്രാവം കുറയുകയും ടിഷ്യൂ നാശം എന്ന് പറയുന്നത് നമുക്ക് തടയാനും സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, മുറിവൊക്കെ വൃത്തിയാക്കുമ്പോൾ പറ്റുമെങ്കിൽ ഉപ്പുവെള്ളം ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. ഉപ്പുവെള്ളം ഉപയോഗിക്കുമ്പോൾ ഈ ബാക്ടീരിയകളൊക്കെ ഇല്ലാതായി പോകാനുള്ള സാധ്യതയുണ്ട്, അല്ലെ? അപ്പൊ മുറിവിൽ അഴുക്കൊന്നും ഇരിക്കാൻ അനുവദിക്കരുത്, അത് പ്രശ്നമാണ്, അല്ലെ? അപ്പോ ഉപ്പുവെള്ളം ഉപയോഗിച്ചോ സോപ്പും വെള്ളമൊക്കെ ഉപയോഗിച്ചോ വൃത്തിയായിട്ട് എന്ത് ചെയ്യുക? ഇത് കഴുകുക. അതിനുശേഷം അണുവിമുക്തമായ ഒരു ബാൻഡേജ് ഉപയോഗിച്ച് മുറിവ് മൂടുക, അല്ലെ? തീരെ വേദന ഉണ്ടെങ്കിൽ മാത്രം വേദന സംഹാരികൾ എടുക്കാമെന്നും ഇവിടെ പറയുന്നുണ്ട്. എപ്പോഴാണ് ഡോക്ടറെ കാണേണ്ടി വരിക? അതായത് മുറിവിനുള്ളിൽ എന്തെങ്കിലും ഒരു ബാഹ്യ പദാർത്ഥം ഇരിപ്പുണ്ട്, ഒരു കത്തി കുത്തി ഇറക്കിയിരിക്കുകയാണ്, കത്തിയെ പുറത്തെടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരു മരത്തിന്റെ ചില്ല വന്ന് തറഞ്ഞു കയറിയിരിക്കുകയാണ്, പുറത്തെടുക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭത്തിൽ ഉടനടി തന്നെ ഡോക്ടറിനെ കാണണം. കാരണം അവിടെ നമുക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നതിന് ചില പരിമിതികളുണ്ട്, അല്ലെ? കത്തിയുടെ പുറത്തോടെ ഉപ്പുവെള്ളം ഒഴിച്ച് കഴുകാൻ പറ്റുമോ? പറ്റില്ല, അത് പ്രശ്നമാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാനേ പറ്റുള്ളൂ? നമുക്ക് എത്രയും പെട്ടെന്ന് ഡോക്ടറിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാനേ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ മുറിവ് മൃഗങ്ങളുടെ കൂടി അല്ലെങ്കിൽ മൃഗങ്ങളുടെ കടി മൂലമോ മലിനമായ സിറിഞ്ചോ മൂലമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഡോക്ടറിനെ ഉടനെ കാണിക്കാം, അല്ലെ? ഇപ്പോ ഒരു പേപ്പട്ടി ഒരു വ്യക്തിയെ കടിക്കുന്നു, ഉറപ്പായിട്ടും നമുക്ക് ഡോക്ടറിനെ കാണിക്കേണ്ടി വരും. കാരണം അത് ഒരു മൃഗത്തിന്റെ കടിയേറ്റതാണ്, അല്ലെ? ഒരു കണ്ടാമിനേറ്റഡ് സിറിഞ്ചിലൂടെ നമുക്കൊരു കുത്ത് കിട്ടി,
നമ്മൾ ഉടനെ തന്നെ ഡോക്ടറിനെ കാണണം, കാരണം ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളിൽ നമ്മൾ ഡോക്ടേഴ്സിനെ കാണണം. പിന്നെ അണുബാധ ഉണ്ടായാൽ, ഇൻഫെക്ഷൻ ഉണ്ടായാൽ, ശരീരത്തിൽ പഴുപ്പ് വന്നാൽ, താപനിലയിൽ വ്യത്യാസം വന്നാൽ, ശ്വാസതടസ്സം വന്നാൽ, ഹൃദയമിടിപ്പ് കൂടിയാൽ, ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം? ഉടനടി തന്നെ ഡോക്ടറിന്റെ അടുത്തേക്ക് ഈ വ്യക്തിയെ എത്തിക്കണം എന്ന് നമ്മൾ കണ്ടു അല്ലെ. പിന്നീട് നമ്മൾ ആംപ്യൂട്ടേഷനെ കുറിച്ച് പഠിച്ചു. അതായത് ഛേദിക്കൽ, അവയവങ്ങളെ ഛേദിച്ചെടുക്കുന്ന പരിപാടിയാണ് ആംപ്യൂട്ടേഷൻ അല്ലെ. അവയവങ്ങളെ ഛേദിക്കുന്ന പരിപാടിയാണ് ആംപ്യൂട്ടേഷൻ. അതും നമ്മൾ എന്ത് ചെയ്തു? പിന്നീട് നമ്മൾ കണ്ടതാണ്. പല ജോലി സംബന്ധമായിട്ട് ഇപ്പൊ കൺസ്ട്രക്ഷൻ മേഖലയിലോ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് മേഖലയിലോ ഒക്കെ നിൽക്കുമ്പോൾ ഈ ടൂൾസ് അല്ലെങ്കിൽ ഈ പറയുന്ന ഉപകരണങ്ങൾ ചിലപ്പോൾ ശരീരത്ത് കൊണ്ട് കയ്യോ അല്ലെങ്കിൽ വിരലോ അല്ലെങ്കിൽ കാലോ ഒക്കെ അറ്റുപോകാനോ അല്ലെങ്കിൽ ഭാഗികമായിട്ടെങ്കിലും അറ്റുപോകുന്ന ഒരു തരത്തിലേക്ക് എത്താനോ സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ആംപ്യൂട്ടേഷൻ. ആംപ്യൂട്ടേഷൻ നടത്തുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലെ. ആ മുറിഞ്ഞുപോയ ഭാഗം പറ്റുമെങ്കിൽ ഒന്ന് എന്താണ് കൃത്യമായിട്ട് എടുത്ത് സൂക്ഷിച്ചു വെക്കുക. സൂക്ഷിച്ച് പോക്കറ്റ് ഇട്ടുകൊണ്ട് വീട്ടിൽ കൊണ്ട് പൊക്കളയരുത്. അതിനെ കൊണ്ട് എന്ത് ചെയ്യുക? ഹോസ്പിറ്റലിലേക്ക് പോവുക. കാരണം അത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അതിനെ അവിടെ എത്തിക്കാൻ പറ്റിയാൽ ഇതിനെ തിരിച്ചു തുന്നിക്കെട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ സ്വാഭാവികമായിട്ടും അവിടെയുള്ള രക്തസ്രാവം നമുക്ക് മാക്സിമം തടയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? നമുക്ക് അവിടെ ശ്രമിക്കാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതും നമുക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ അല്ലേ? അപ്പൊ ചില സമയങ്ങളിൽ ഡോക്ടർമാർക്ക് ഈ ചില ആൾക്കാരുടെ കണ്ടീഷൻസ് കാരണം അവരുടെ ശരീരത്തിലെ ഭാഗങ്ങൾ മുറിക്കേണ്ടി വരും, ആംപ്യൂട്ടേറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പൊ ക്യാൻസർ മുഴകൾ പോകുന്നില്ല, മുറിക്കേണ്ട ഭാഗമാണെങ്കിൽ മുറിക്കേണ്ടി വരും. ഫ്രോസ്റ്റ് ബൈറ്റ്, അമിതമായ തണുപ്പ് വഴി കയ്യോ കാലോ വിരലുകളോ ഒക്കെ ഭയങ്കരമായിട്ട് അങ്ങ് ഫ്രീസായി ഇനി ഒന്നിനും കൊള്ളാത്ത അവസ്ഥയിലേക്കൊക്കെ പോകുമ്പോൾ മുറിക്കേണ്ടി വരും. ഗാംഗ്രീൻ, ടിഷ്യൂസ് ഡെത്ത് സംഭവിക്കുമ്പോൾ ഗാംഗ്രീൻ എന്ന് പറയും, ആ സമയത്ത് മുറിക്കേണ്ടി വരും. ന്യൂറോമ, നാഡികളുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ മുറിക്കേണ്ടി വരും അല്ലെ. വാഹനാപകടങ്ങളിൽ ഗുരുതരമായ പരിക്ക് വരുമ്പോൾ മുറിക്കേണ്ടി വരും. ഇങ്ങനെ ഒരുപാട് സാഹചര്യങ്ങളിൽ ഇത് മുറിക്കേണ്ടി വരും അല്ലെ. ഛേദിക്കലിന്റെ അപകട സാധ്യതകൾ എന്തൊക്കെയാണ്? അതായത് ഇപ്പൊ ആംപ്യൂട്ടേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ പറ്റും? രക്തസ്രാവം, ഇടിമ, അണുബാധ, മുറിവുകൾ, പേശി ബലഹീനത, വേദന, ഇതെല്ലാം ആംപ്യൂട്ടേഷനുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ചില സന്ദർഭങ്ങളിൽ ഛേദിക്കപ്പെട്ട ഭാഗങ്ങൾ വിജയകരമായി വീണ്ടും ഘടിപ്പിക്കാം. വീണ്ടും അറ്റാച്ച്മെന്റിന്റെ വിജയം ഇനി പറയുന്നവയെ ആശ്രയിച്ചിരിക്കുന്നു. ഏത് ശരീരഭാഗമാണ് മുറിച്ചു മാറ്റപ്പെട്ടത്? വിരലൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. വേറെ വലിയ വലിയ അവയവങ്ങളൊക്കെ ആണെങ്കിൽ പാടാണ് അല്ലെ. ഛേദിക്കപ്പെട്ട് കിടക്കുന്ന അവയവത്തിന്റെ അവസ്ഥ എല്ലാം താറുമാറായി തവിട് പൊടിയായി അരഞ്ഞു കിടക്കുകയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത്യാവശ്യം ആ നോർമൽ അവസ്ഥയിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ തിരിച്ചു തുന്നിക്കെട്ടാൻ പറ്റും. ഓക്കെ, എത്ര വേഗം നിങ്ങൾ അത് കൊണ്ട് എത്തിക്കുന്നു, പരിക്കേറ്റ വ്യക്തിയുടെ ഓവറോൾ ഹെൽത്ത് എങ്ങനെയാണ്, ഇതിനെല്ലാം ആശ്രയിച്ചിട്ടാണ് ഈ പറയുന്ന പരിപാടികൾ നടക്കുക. ഓക്കെ, അടിയന്തര സേവനങ്ങളെ വിളിക്കുക, രക്തസ്രാവം നിർത്തുക തുടങ്ങിയ പരിപാടികളാണ് നമ്മൾ അവിടെ ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ ഫ്രണ്ട്സ്? അപ്പോ രക്തസ്രാവം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട പല കാര്യങ്ങളും നമ്മൾ ഇതിന്റെ ഈ ഒരു സെഗ്മെന്റുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ പറഞ്ഞു. എപ്പോഴും ശ്രദ്ധിക്കണം, രക്തസ്രാവം നിർത്താൻ വേണ്ടി നമ്മൾ കുറച്ചു നേരം ആ രക്തസ്രാവമുള്ള ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒരു പ്രഷർ കൊടുക്കണം എന്നുള്ളത് നിങ്ങൾ ഓർത്തു വെക്കണം കേട്ടോ. ആ പ്രഷർ അവിടെ വളരെ അത്യാവശ്യമാണ്. പ്രഷർ കൊടുത്താൽ മാത്രമേ എന്ത് സംഭവിക്കുകയുള്ളൂ? രക്തസ്രാവം നിലയ്ക്കുകയുള്ളൂ എന്നും നിങ്ങൾ ഓർത്തു വെക്കുക. ഓക്കെ അല്ലേ ഫ്രണ്ട്സ്? ഓക്കെ അല്ലേ? പിന്നെ മുറിവ് വൃത്തിയായി കഴുകുക, കുറെ സമയം കഴുകാൻ പറ്റും. ശരീരത്തിൽ നിന്ന് അമിതമായി രക്തം പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഷോക്ക് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അല്ലെ. ഷോക്ക് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്തതാണ്? നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. ഓക്കെ അല്ലേ ഫ്രണ്ട്സ്? ക്ലിയർ അല്ലേ? അപ്പൊ ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളാണ് എന്ന് നിങ്ങൾക്കറിയാം. ഛേദിക്കപ്പെട്ട ശരീരഭാഗത്തെ പരിപാലിക്കുക, അത് നമ്മൾ സൂക്ഷിച്ച് ബാഗിലോ വാട്ടർ പ്രൂഫ് കണ്ടെയ്നറിലോ ഒക്കെ ഇടുക. ഐസ് കിട്ടുകയാണെങ്കിൽ വളരെ നല്ലത്. അടുത്ത എവിടെന്നെങ്കിലുമൊക്കെ ഐസ് നമുക്ക് ലഭിക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും അതിൽ ഇട്ടുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നതാണ് വളരെ നല്ലത്. തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ പറഞ്ഞതാണ് അല്ലെ. അപ്പോ കട്ട്സ് ആൻഡ് വൂൺസ് എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട് നമ്മളുടെ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തത്? നമ്മൾ ആ ക്ലാസ്സിൽ പഠിച്ചത്. ഓക്കെ അല്ലേ? പിന്നീട് അതിനുശേഷം നമ്മൾ എന്താ പഠിച്ചേ?
നമ്മൾ രക്തസ്രാവം, ബ്ലീഡിങ്, ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് നമ്മൾ പഠിച്ചു. അല്ലെങ്കിൽ ആ ബ്ലീഡിങ് സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, എന്ത് ഫസ്റ്റ് എയ്ഡ് കൊടുക്കണം എന്ന് പറയുന്ന ഒരു കാര്യം പിന്നീട് നമ്മൾ പഠിച്ചു. ഹെമറേജ് എന്നാണ് നമ്മൾ ബ്ലീഡിങ്ങിനെ വിളിക്കുന്നത് എന്ന് നമുക്കറിയാം. രക്തസ്രാവം വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം എന്ന് നമ്മൾ കണ്ടതാണ് അല്ലെ. ബ്ലീഡിങ് സമയത്ത് നമ്മൾ മെഡിക്കൽ സഹായത്തെ ഇമ്മീഡിയറ്റ് ആയിട്ട് വിളിക്കേണ്ട സാഹചര്യങ്ങൾ എന്താണ്? കുറെയൊക്കെ നമുക്ക് ഫസ്റ്റ് എയ്ഡിൽ പരിഹരിക്കാമെങ്കിലും ഇമ്മീഡിയറ്റ് ആയിട്ട് മെഡിക്കൽ സഹായം വിളിക്കേണ്ട സാഹചര്യം എന്താണ്? രക്തസ്രാവം രൂക്ഷമാണെങ്കിൽ നമുക്ക് വിളിക്കേണ്ടി വരും. ഓക്കെ, രക്തസ്രാവം രൂക്ഷമാണ്, നമ്മുടെ കയ്യിൽ നിൽക്കുന്നതല്ല എങ്കിൽ നമുക്ക് വിളിക്കേണ്ടി വരും. ആന്തരിക രക്തസ്രാവം എന്ന് നിങ്ങൾ സംശയിക്കുന്നുണ്ടോ? വിളിക്കേണ്ടി വരും മെഡിക്കൽ സഹായം. വയറിലോ നെഞ്ചിലോ മുറിവുണ്ടെങ്കിലോ മെഡിക്കൽ സഹായം വിളിക്കേണ്ടി വരും. 10 മിനിറ്റ് ദൃഢവും സ്ഥിരവുമായ സമ്മർദ്ദത്തിന് ശേഷം രക്തസ്രാവം നിർത്താനേ പറ്റുന്നില്ലെങ്കിലോ മെഡിക്കൽ സഹായം വിളിക്കേണ്ടി വരും. മുറിവിൽ നിന്ന് രക്തം ചീറ്റി ഒഴുകുന്നെങ്കിലോ, നമുക്കറിയാം മുറിവിൽ നിന്ന് രക്തം ചീറ്റി ഒഴുകുന്നത് ആർട്ടറി കട്ടാകുമ്പോഴാണ്, ധമനി കട്ടാകുമ്പോഴാണ് അല്ലെ. അപ്പോഴും എന്ത് ചെയ്യേണ്ടി വരും? അപ്പോഴും ഈ മെഡിക്കൽ സഹായം വിളിക്കേണ്ടി വരും. ഒരു മൃഗത്തിന്റെയോ മനുഷ്യരുടെയോ കുടിയേറ്റത്തിന്റെ ഫലമാണ് മുറിവെങ്കിൽ, കടിയേറ്റത്തിന്റെ ഫലമാണ്, കുടിയേറ്റമല്ല, കടിയേറ്റത്തിന്റെ ഫലമാണ് മുറിവെങ്കിൽ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? മെഡിക്കൽ സഹായം വിളിക്കേണ്ടി വരും അല്ലെ. കുട്ടികളെ, രക്തസ്രാവം നമ്മൾ എങ്ങനെ നിർത്തും? വൃത്തിയുള്ള തുണിയോ ടിഷ്യൂയോ ഉപയോഗിച്ച് സമ്മർദ്ദം ചെലുത്തിയിട്ട് വേണം നമ്മൾ രക്തസ്രാവത്തെ നിർത്താൻ എന്ന് നിങ്ങൾക്കറിയാമല്ലോ അല്ലെ. കാരണം രക്തസ്രാവത്തെ നിർത്തുക എന്ന് പറയുമ്പോൾ അവിടെ പ്രഷർ കൊടുക്കുക എന്നതാണ് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? രക്തസ്രാവം രൂക്ഷമാകുന്നതിന് മുൻപ് ഒരു എന്താണ് ഈ ടൂർണിക്കറ്റ് എന്ന് പറയുന്ന ഒരു സംഗതി ഉപയോഗിക്കരുത്. കുട്ടികളെ, എന്താണ് ഈ ടൂർണിക്കറ്റ്? ടൂർണിക്കറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, നമുക്കറിയാം ഒരു സ്ഥലത്തേക്കുള്ള രക്തയോട്ടത്തെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ബെൽറ്റ് പോലത്തെ ഒരു സാധനം നമുക്ക് കെട്ടാൻ പറ്റും. അതാണ് ടൂർണിക്കറ്റ് അല്ലെ. നമുക്ക് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം. നമ്മുടെ രക്തം എടുക്കാനൊക്കെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ BP ഒക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത്, പ്രധാനമായിട്ടും നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന സമയത്തൊക്കെ നമ്മുടെ കൈയുടെ ചുറ്റും ഒരു ചെറിയ ഒരു ട്യൂബ് പോലെ ഒരു വസ്തു വെച്ച് ചുറ്റും അല്ലെ. എന്തിനാണ്? ആ എടുക്കാൻ പോകുന്ന മേഖലയിലെ രക്തം അവിടെ തന്നെ ഒന്ന് ഇമ്മൊബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഉപയോഗിക്കുന്ന ആ വസ്തുവാണ് ടൂർണിക്കറ്റ്. അപ്പൊ രക്തസ്രാവം രൂക്ഷമാകുന്നതിന് മുമ്പ് ടൂർണിക്കറ്റ് നിങ്ങൾ ഉപയോഗിക്കരുത് എന്നതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. കാരണം അതൊക്കെ അങ്ങ് എക്സ്ട്രീം കണ്ടീഷൻസിൽ നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളാണ്. അത് ചെറിയ രക്തസ്രാവത്തിനൊന്നും നമ്മൾ കയറി എന്ത് ചെയ്യാൻ പാടില്ല? ടൂർണിക്കറ്റ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഓർമ്മയിൽ വച്ചിരിക്കുക. ഓക്കെ അല്ലേ? മുറിവ് കഴുകുക, ഞാൻ പറഞ്ഞു നമുക്ക് മുറിവ് കഴുകാം എന്നുള്ളത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത കാര്യമാണ്. മുറിവിനെ സംരക്ഷിക്കുക, അതായത് മുറിവിനെ മറ്റ് അണുക്കളൊന്നും കയറാതെ അതിനെ പ്രിസർവ് ചെയ്ത്, അല്ലെ പ്രിസർവ് ചെയ്യുക മീൻസ് അതിനെ ക്ലീൻ ആക്കി മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുക. കുട്ടികളെ, 3 തരം രക്തസ്രാവത്തെ കുറിച്ച് പിന്നീട് നമ്മൾ പഠിച്ചു അല്ലെ. നമ്മൾ പഠിച്ച രക്തസ്രാവത്തിന്റെ 3 തരം: ധമനിയിലെ രക്തസ്രാവം, സിരയിലെ രക്തസ്രാവം, ലോമിക ക്യാപ്പിലറിയിലെ രക്തസ്രാവം എന്ന് പറഞ്ഞ് 3 തരം രക്തക്കുഴലുകളിൽ ഉണ്ടാകുന്ന രക്തസ്രാവത്തെ കുറിച്ച് നമ്മൾ വിശദമായിട്ട് പഠിച്ചതാണ് അല്ലെ. സാധാരണയായി ഏറ്റവും കഠിനമായ രക്തസ്രാവ ധമനിയിലാണ്. നമ്മൾ പഠിച്ചതാണ് ധമനിയിലെ രക്തസ്രാവം എന്ന് പറയുന്നത് കുതിച്ചു വരുന്ന രക്തസ്രാവമാണ് അല്ലെ. കുതിച്ചുയർന്നു വരുന്ന രക്തസ്രാവമാണ് നമ്മുടെ ധമനിയിലെ രക്തസ്രാവം എന്നൊക്കെ നമ്മൾ വിശദമായിട്ട് പഠിച്ച കാര്യങ്ങളാണ് അല്ലെ. ക്ലിയർ അല്ലേ? അതോടൊപ്പം തന്നെ ധമനിയിൽ നിന്നും രക്തസ്രാവം സംഭവിച്ചാൽ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ കംപ്ലീറ്റ് രക്തവും വെളിവരാൻ സാധ്യതയുണ്ട്. അതിന്റെ കാരണം എന്താണ്? കാരണം ഹാർട്ട് പമ്പ് ചെയ്യുന്ന പ്രഷർ, ബ്ലഡ് പ്രഷറിന്റെ അതേ ഫോഴ്സിലാണ് ധമനിയിലൂടെ രക്തം ഒഴുകുന്നത്. അതുകൊണ്ട് അവർക്ക് അത്തരത്തിൽ എന്ത് സംഭവിക്കാം? വളരെ പെട്ടെന്ന് തന്നെ രൂക്ഷമാകാം, രക്തം മൊത്തം വാർന്ന് വെളിയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ കുട്ടികളെ, സിരകളിൽ രക്തസ്രാവം സംഭവിക്കാം. ഇവിടെ ധമനിയെ പോലെ കുതിച്ച് ഉയരുന്നില്ല. ഇവിടെ ധമനിയെ പോലെ കുതിച്ച് ഉയരുന്നില്ല എന്ന് നിങ്ങൾ ഓർത്തു വെക്കുക. ഓക്കെ, ഇവിടെ അത്തരത്തിൽ കുതിച്ചു വരുന്ന പരിപാടിയൊന്നുമില്ല. സ്ലോയിലാണ് രക്തം ഒഴുകുന്നത് സിരകളിലൂടെ എന്നൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോ ധമനിയേക്കാൾ അല്ലെങ്കിൽ സിരകളെക്കാൾ ഡേഞ്ചറസ് ആണ് ധമനിയിൽ ഉണ്ടാകുന്ന രക്തസ്രാവം എന്ന് നിങ്ങൾ ഓർത്തു വെക്കുക. ഓക്കെ അല്ലേ ഫ്രണ്ട്സ്? ക്ലിയർ അല്ലേ? അപ്പോ
ഇവിടെ ഒരു കാര്യം നമുക്ക് അറിയാം, നമ്മളത് ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ശരീരത്തിന്റെ ഉപരിതലത്തിൽ ഇരിക്കുന്നത് നമ്മുടെ സിരകളും ഉള്ളിൽ ഇരിക്കുന്നത് ധമനികളുമാണ്, അല്ലെ? അപ്പോ ഉപരിതലത്തിലെ മുറിവുകളൊക്കെ ബാധിക്കുന്നത് സിരകളെയോ ലോമികകളെയോ ഒക്കെ ആകും. ധമനിയിലേക്ക് മുറിവ് എത്തണമെങ്കിൽ കുറച്ചും കൂടെ ഡെപ്തിൽ മുറിവ് സംഭവിക്കണം എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? ഓക്കെയാണ്. നമ്മുടെ സിരയിൽ നിന്ന് വരുന്ന രക്തത്തിന് കുറച്ചും കൂടെ ഒരു ഡാർക്കർ ഷെയ്ഡാണുള്ളത്. അതേസമയം നമ്മുടെ ധമനിയിലെ രക്തം എന്ന് പറയുന്നത് പ്യുവർ റെഡ് ആൻഡ് ബ്രൈറ്റ് റെഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. സിരയിലെ രക്തം എന്ന് പറയുന്നത് നമുക്കറിയാലോ ഡീകാർബോക്സിനേറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഡിയോക്സിനേറ്റഡ് രക്തമാണ്. ഓക്സിജനേക്കാൾ അല്ലെങ്കിൽ ഓക്സിജന്റെ അളവ് കുറവാണ് അതിൽ എന്നൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അത് കുറച്ച് കടുത്ത മീൻസ് ഡാർക്കർ ഷെയ്ഡ് ഓഫ് റെഡിലേക്കാണ് അത് പോകുന്നത്. അതേസമയം ധമനിയെ സംബന്ധിച്ച് ബ്രൈറ്റ് റെഡിലേക്കാണ് അത് നിൽക്കുന്നത്. അത്തരത്തിലുള്ള രക്തമാണ് ധമനിയിൽ നിന്നും വരുന്നത്. പിന്നെ നമുക്കറിയാമല്ലോ ക്യാപ്പിലറി രക്തസ്രാവം. ധമനിയെയും സിരയെയും ഒക്കെ കൂട്ടി ഇണക്കുന്ന രക്തക്കുഴലുകളാണ് ക്യാപ്പിലറീസ്. ക്യാപ്പിലറീസിന് മലയാളം ലോമിക ഒക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്, ലോമിക. ഓക്കെ, അപ്പൊ ക്യാപ്പിലറി രക്തസ്രാവം ശ്രദ്ധിക്കണേ. ലോമികകൾ മുറിയുമ്പോൾ സാധാരണഗതിയിൽ രക്തം ഒഴുകും. പക്ഷേ ഇതത്ര ഗുരുതരമായ രക്തസ്രാവം അല്ല എന്ന് നമുക്കറിയാം. കാരണം നമ്മുടെ ശരീരത്തുണ്ടാകുന്ന ചെറിയ ചെറിയ മുറിവുകളെല്ലാം ലോമികയാണ് മുറിക്കുന്നത് എന്ന് നിങ്ങൾ ഓർത്തുള്ളത് കേട്ടോ. സ്കിന്നിന്റെ പ്രതലത്തിൽ ഉണ്ടാകുന്ന എല്ലാ മുറിവുകളും എന്ത് തന്നെ നമ്മുടെ ലോമിക അഥവാ ക്യാപ്പിലറിയിൽ ഉണ്ടാകുന്ന മുറിവുകൾ തന്നെ. ക്ലിയർ അല്ലേ? ഓക്കെയാണ്. അപ്പോ ആ ഒരു സെഗ്മെന്റ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മളതൊരു ഡയഗ്രത്തിലൂടെയും പഠിക്കുകയും ചെയ്തു. ആർട്ടറീസ്, വെയിൻസ്, ക്യാപ്പിലറീസ് എന്നൊക്കെ പറയുന്ന ഒരു ഡയഗ്രത്തിലൂടെയും നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചു, അല്ലെ? അതിന്റെ രക്തത്തിന്റെ ഒഴുക്കും കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ വിശദമായിട്ട് കണ്ടതാണ്. ബാഹ്യ രക്തസ്രാവവും ആന്തരിക രക്തസ്രാവവും. ഓക്കെ, അതാണ് പിന്നീട് നമ്മൾ കണ്ടത്. എക്സ്റ്റേണൽ ബ്ലീഡിങ്ങും ഇന്റേണൽ ബ്ലീഡിംഗ് എന്ന് പറയുന്ന ഒരു പരിപാടി. ബാഹ്യ രക്തസ്രാവവും ആന്തരിക രക്തസ്രാവവുമാണ് പിന്നീട് നമ്മൾ കണ്ടത്, ഇല്ലേ? നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ രക്തസ്രാവം സംഭവിക്കാം, ശരീരത്തിന് പുറത്തും രക്തസ്രാവം സംഭവിക്കാം. ശരീരത്തിന് ഉള്ളിലാണ് രക്തസ്രാവം സംഭവിക്കുന്നതെങ്കിൽ ചിലപ്പോൾ നമ്മൾ അറിയത്തുപോലുമില്ല. ഡേഞ്ചറസ് ആയതിനു ശേഷമായിരിക്കും നമ്മൾ ചിലപ്പോൾ ഡിറ്റക്ട് ചെയ്യുന്നത്, അല്ലെ? ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസ് നമ്മളിതേ ഇവിടെ കണ്ടിരുന്നു. നോക്കൂ, ആന്തരിക രക്തസ്രാവം സംഭവിക്കുമ്പോൾ ഇതുപോലെയാണ്. ഒരു ചതവ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ബ്രൂസ് എന്ന് നമുക്ക് വിളിക്കാം, അല്ലെ? ചതവാണ്, ബ്രൂസ് എന്ന് നമുക്ക് വിളിക്കാം. ചതഞ്ഞിരിക്കുകയാണ് ഇവിടെ. രക്തം ഇങ്ങനെ കടുന്നീല നിറത്തിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് കടുന്നീല നിറം എന്ന് പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, അകത്ത് കിടക്കുന്ന രക്തം ചുമപ്പ് തന്നെ. പക്ഷെ ഈ സ്കിന്നിലൂടെ പുറത്തേക്ക് അതിന്റെ റിഫ്ലക്ഷൻ, അതിന്റെ ഒരു വിഷ്വലായിട്ട് അത് നമ്മൾ കാണുന്ന സമയത്ത് അത് ഒരു വയലറ്റ് കളറിൽ കിടക്കുന്നു എന്ന് മാത്രം. ശരിക്കും അകത്ത് ചുവപ്പായിട്ട് തന്നെയാണ് കിടക്കുന്നത്. പക്ഷെ സ്കിൻ എന്ന് പറയുന്നതിന്റെ ആ ഒരു കളറും കൂടെ ചേർന്ന് വന്നപ്പോൾ അത് ഒരു പർപ്പിൾ കളർ, വയലറ്റ് കളറിലൊക്കെയാണ് കാണുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഇന്റേണൽ ഹെമറേജ് അല്ലെങ്കിൽ ഇന്റേണൽ ബ്ലീഡിങ്ങിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ. ഓക്കെ അല്ലേ ഫ്രണ്ട്സ്? അപ്പോ നമ്മൾ ഈ ആന്തരിക രക്തസ്രാവത്തിന്റെ സിംറ്റംസിനെ കുറിച്ചും അന്ന് വിശദമായിട്ട് പഠിച്ചിരുന്നു, അല്ലെ? ആന്തരിക രക്തസ്രാവത്തിന്റെ സിംറ്റംസ് ഓർമ്മയുണ്ടോ? തലകറക്കം, ഓക്കാനം, വേദന, നീര്, വിളറിയ ചർമ്മം, നനഞ്ഞ വിയർക്കുന്ന ചർമ്മം, ശ്വാസം മുട്ടൽ, കടുത്ത ദാഹം, ഇതെല്ലാം ആന്തരിക രക്തസ്രാവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്നും നമ്മളന്ന് പഠിച്ചതാണ്. രക്തസ്രാവം ഉണ്ടാകുമ്പോൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്താണ്? രക്തസ്രാവം നിർത്തുമ്പോൾ തുണി നീക്കം ചെയ്യുക ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മൾ എപ്പോഴും പഠിക്കുന്ന ഒരു കാര്യമാണ്, അല്ലെ? നമ്മൾ രക്തസ്രാവം അതിനുവേണ്ടി നമ്മളൊരു പഞ്ഞി എടുത്ത് മുകളിൽ വയ്ക്കുന്നു, രക്തം നിൽക്കുന്നില്ല. നിങ്ങൾ ആ പഞ്ഞി റിമൂവ് ചെയ്തിട്ട് വീണ്ടും അടുത്ത പഞ്ഞി വെക്കരുത്. അങ്ങനെയല്ല, അതിന്റെ പുറത്തുകൂടെ പഞ്ഞി വെക്കുക. അല്ലാതെ ആദ്യം ഒരു പഞ്ഞി വെച്ചു, അതിനെടുത്ത് മാറ്റി, വീണ്ടും പഞ്ഞി വെച്ചു, വീണ്ടും എടുത്ത് മാറ്റി. അങ്ങനെ ചെയ്യുമ്പോൾ കുഴപ്പം എന്താ? ഓൾറെഡി പഞ്ഞി വെച്ചു, ചെറുതായിട്ട് രക്തം ഒന്ന് ചെറിയൊരു ക്ലോട്ടിങ്ങിന്റെ സാധ്യത കാണിക്കുമ്പോൾ നമ്മൾ പഞ്ഞി വീണ്ടും വലിച്ചിളക്കും. അപ്പൊ വീണ്ടും ആ മുറിവ് ഇളകുകയാണ്. അപ്പൊ ഓൾറെഡി ഒരെണ്ണം വെച്ചു, പിന്നെ അതിന്റെ പുറത്തേക്കാണ് വെക്കേണ്ടത്. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അല്ലെ? അപ്പൊ ഈ രക്തം നിന്നു എന്ന് പറഞ്ഞ് ഇതിനെ വലിച്ചിളക്കാൻ ശ്രമിക്കരുത്. കാരണം ഇളക്കി കഴിയുമ്പോൾ വീണ്ടും രക്തസ്രാവം ഉണ്ടാകും. രക്തസ്രാവം നിലച്ചിട്ടുണ്ടോ എന്നറിയാൻ മുറിവിലേക്ക് നോക്കുക. രക്തസ്രാവം നിലച്ചിട്ടുണ്ടോ എന്നറിയാൻ മുറിവിലേക്ക് നോക്കുക. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? മുറിവിൽ നിന്ന് നമുക്ക് തുണി നീക്കം ചെയ്യാം എന്ന് പറയുമ്പോൾ അവിടെ എന്ത് ചെയ്യരുത്? ഈ രക്തസ്രാവം നിലച്ചു എന്ന് പറഞ്ഞ് നമുക്ക് തുണിയെ നീക്കം ചെയ്യാൻ പറ്റില്ല.
അവിടെ ഡോൺസ് എന്ന് പറഞ്ഞാൽ കൊടുത്തേക്കുന്നത് അല്ലെ. അപ്പോ ഈ രക്തസ്രാവം നിർത്തിയാലും തുണി നമ്മൾ വലിച്ചിളക്കാൻ പാടില്ല. ഓക്കെ. അടുത്തത്, കണ്ണിന് പരിക്കേൽക്കുമ്പോൾ സമ്മർദ്ദം ചെലുത്തുക. അത് തെറ്റാണ്. സാറ് പറഞ്ഞു നമുക്ക് പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ രക്തസ്രാവം നിർത്താൻ പറ്റും. പക്ഷെ പ്രഷർ കൊടുക്കുന്ന അവിടെ കണ്ണില്, അത് നല്ല രസമായിരിക്കും. കണ്ണിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, സമ്മർദ്ദം കൊടുക്കാൻ പാടില്ല. അത് വേറെ കോംപ്ലിക്കേഷൻസിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ ഈ പറയുന്ന പ്രഷർ കൊടുക്കാൻ പാടില്ല. ഇനി ശ്രദ്ധിച്ചോണേ, പരിക്കേറ്റ വ്യക്തിക്ക് മസ്തിഷ്ക ക്ഷതം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ലക്ഷണങ്ങൾ സ്ട്രോക്ക് പോലെയാകാം. ഇതിൽ ഉൾപ്പെടുന്നവ എന്ത്? അതായത് ഈ പരിക്കേറ്റ ആൾക്കാർക്ക് ബ്രെയിൻ ഇഞ്ചുറി ചിലപ്പോൾ സംഭവിക്കും. അത് സംഭവിക്കുമ്പോൾ ഈ സ്ട്രോക്കിന്റെ ചില ലക്ഷണങ്ങളൊക്കെ ചിലപ്പോൾ കാണിക്കാം. ഇപ്പൊ തലവേദന, കാഴ്ച പ്രശ്നങ്ങൾ, ഏകോപന നഷ്ടം, ലാക്ക് ഓഫ് കോർഡിനേഷൻ. ഏകോപന നഷ്ടം എന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് കോർഡിനേഷൻ. ഓക്കെ, കോർഡിനേഷൻ ഇല്ലായ്മ, ലാക്ക് ഓഫ് കോർഡിനേഷൻ, അത് നഷ്ടപ്പെടാം. സംസാരിക്കാനും മനസ്സിലാകാനുമുള്ള ബുദ്ധിമുട്ട് അല്ലെ, സംസാരിക്കാനും മനസ്സിലാകാനുമുള്ള ബുദ്ധിമുട്ട് സംഭവിക്കാം. സീഷേഴ്സ് സംഭവിക്കാം അല്ലെ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, പോസിബിൾ ആണ് എന്നുള്ളത് ഓർത്തു. നമ്മൾ ഫസ്റ്റ് എയ്ഡുമായി ബന്ധപ്പെട്ട് പഠിച്ച തുടക്ക മേഖലകളും അതിൽ കട്ട്സ് ആൻഡ് വൂൺസ് എന്ന് പറയുന്ന മേഖലയും പിന്നീട് നമ്മൾ ബ്ലീഡിംഗ്, രക്തസ്രാവം എന്ന് പറയുന്ന മേഖലയുമാണ് നമ്മൾ എന്ത് ചെയ്തത്, നമ്മൾ റിവൈസ് ചെയ്തത്. ഓക്കെ അല്ലേ ഫ്രണ്ട്സ്, ക്ലിയർ അല്ലേ? അപ്പോൾ അന്ന് പഠിച്ച കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്തു, ഒന്ന് റീവിസിറ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇതിന്റെ അകത്തു നിന്നും നമ്മുടെ പരീക്ഷയ്ക്ക് വളരെ സ്പെസിഫിക് ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ നമ്മുടെ നോട്ട്സ് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് വായിക്കുക കേട്ടോ. കാരണം ഈ ഫസ്റ്റ് എയ്ഡിൽ നിന്നുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത് നല്ല വലിപ്പമുള്ള, നല്ല സൈസുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സിറ്റുവേഷൻസ് തന്നിട്ടായിരിക്കും ചോദ്യങ്ങൾ വരുന്നത്. അപ്പൊ ഇതൊക്കെ വായിച്ചെടുക്കുക എന്ന് പറയുന്നത് അത്യാവശ്യം ടൈം കൺസ്യൂമിങ് ആണ്. അപ്പൊ നിങ്ങൾ വെറുതെ ജനറൽ ആയിട്ട് വായിച്ചുകൊണ്ട് പോയാൽ ഉള്ള പ്രശ്നം, സ്പെസിഫിക് പോയിന്റുകളുടെ അകത്തുനിന്ന് ചോദ്യം വരുമ്പോൾ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം, ജനറൽ ആയിട്ട് വായിച്ചുകൊണ്ട് പോയാൽ നമുക്ക് ചോദ്യങ്ങൾ ചിലപ്പോൾ എഴുതാൻ പറ്റിക്കൊള്ളണമെന്നില്ല. നമ്മുടെ നോട്ട്സിൽ വളരെ സ്പെസിഫിക് ആയിട്ട് ഒരു കാര്യം സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യണം, അതിന്റെ ലക്ഷണം എന്താണ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ നോട്ട്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അല്ലെ. അപ്പോ അത് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ആ ഏരിയയിൽ നിന്നുള്ള മാർക്ക് കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അത് എല്ലാവരും ശ്രദ്ധിക്കേണ്ടുന്ന, മനസ്സിൽ വെക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഓക്കെ അല്ലേ ഫ്രണ്ട്സ്, ക്ലിയർ അല്ലേ? അപ്പോ ഇന്ന് നമ്മൾ ഏകദേശം ഒരു 3 സെക്ഷനാണ് റിവൈസ് ചെയ്തത്. അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, നിങ്ങൾ മുമ്പ് പഠിച്ച കാര്യം തന്നെ. അത് കുറച്ചെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇപ്പോ ഒന്ന് വീണ്ടും മെമ്മറിയിലേക്ക് വന്നിട്ടുണ്ട് എന്ന വിശ്വാസത്താൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. അപ്പോൾ മറ്റൊരു ദിവസം അടുത്ത സെഗ്മെന്റുകളുമായിട്ട് നമുക്ക് മീറ്റ് ചെയ്യാം. താങ്ക് യു സോ മച്ച്.